വിശുദ്ധ റമളാനിൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഉത്തരം കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ റമളാനിലുണ്ട്. ആ സന്ദർഭങ്ങളൊക്കെ നമ്മൾ മുതലാക്കേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത് അള്ളാഹിനോട് ചോദിക്കുമ്പോ വളരെയധികം മനസ്സ് വെച്ച് ആ റഹ്മത്ത് ചോദിച്ചത് ഏറ്റുവാങ്ങുന്നവരാകണം. അതിനല്ലേ നമ്മൾ പ്രത്യേകം റഹ്മത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്നത്. എല്ലാ ഘട്ടങ്ങളിലും ആ പ്രാർത്ഥന നമ്മൾ പാലിക്കണം. അപ്പൊ ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിന്റെ 10 നമ്മൾ അള്ളാഹുവിനോട് കെഞ്ചിക്കരഞ്ഞ് ചോദിക്കണം അള്ളാന്റെ റഹ്മത്ത്. ഒരു ലോക്കലാലിറ്റി ദുആ പോരാ, മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദ്വാർക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെ മാസമാണല്ലോ വരുന്നിരിക്കുന്ന മാസം. ഖൽബറിഞ്ഞ് ദുആ ചെയ്യണം സഹോദരന്മാരെ. ദ്വാർക്കുന്ന ഒരാളെയും ഇഖ്ലാസോടെ ദ്വാർന്ന ഒരാളെയും ദുആ അല്ലാഹു തട്ടിയിട്ടില്ല. ഏത് പ്രതിസന്ധിയിൽ അകപ്പെട്ട് എത്ര വിശ്വാസം പഴച്ച ആളാണെങ്കിലും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണല്ലോ. എന്നെ പടച്ച റബ്ബേ, എന്നെ പരിപാലിക്കുന്ന നാഥാ, എനിക്ക് ഭക്ഷണം തന്ന് വെള്ളം തന്ന് വായു തന്ന് എന്നെ തീറ്റിപ്പോറ്റുന്നവനെ, ഈ വിളിയൊക്കെ മടങ്ങുന്നത് ഏത് ഭാഷയിലായാലും ഒരുവനിലേക്കാണ്, അള്ളാഹുവിലേക്കാണത് മടങ്ങുന്നത്. കാരണം അല്ലാഹ് റിസ്ക് കൊടുക്കാത്ത ഒരാളും ഈ ലോകത്തില്ല. അല്ലാഹു തആല വെള്ളം കൊടുക്കാത്ത ഒരാളും ഈ ലോകത്തില്ല. അള്ളാഹുവിന്റെ വെള്ളമല്ലാത്ത സ്വന്തം വെള്ളം ആർക്കും തന്നെ ഇവിടെ ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത് അള്ളാഹിനോട് ചോദിക്കുമ്പോ വളരെയധികം മനസ്സ് വെച്ച് ആ റഹ്മത്ത് ചോദിച്ചത് ഏറ്റുവാങ്ങുന്നവരാകണം. അതിനല്ലേ നമ്മൾ പ്രത്യേകം റഹ്മത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്നത്. എല്ലാ ഘട്ടങ്ങളിലും ആ പ്രാർത്ഥന നമ്മൾ പാലിക്കണം. വിശുദ്ധ റമളാനിൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഉത്തരം കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ റമളാനിലുണ്ട്. ആ സന്ദർഭങ്ങളൊക്കെ നമ്മൾ മുതലാക്കേണ്ടതുണ്ട്. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന നേരത്ത് ആദ്യം എന്താണോ ചോദിക്കുന്നത്, ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. അത്തായം കഴിച്ചിരിക്കുന്നവൻ ചോദിക്കുന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട്. ഖുർആൻ ഓതി കഴിയുന്നവൻ ചോദിക്കുന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട്. ഖത്മു തീർത്തിരിക്കുന്നവൻ ചോദിക്കുന്ന ചോദ്യത്തിനും ഇജാബത്തുണ്ട്. ഇങ്ങനെ 100 കൂട്ടം നല്ല അവസരങ്ങൾ വരുന്ന ഒരു സംഗമകാലമാണ് വിശുദ്ധ റമളാനിന്റെ കാലം. നമ്മളത് ലാഘവത്തോടെ കാണരുത്. അതിന്റെ മഹത്വമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവ്വലുഹു റഹ്മത്തുൻ, ആ മാസത്തിലെ ആദ്യത്തെ 10 ദിനം റഹ്മത്തിന്റെ 10 അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് ചോദിച്ചു വാങ്ങേണ്ട 10. അള്ളാഹു തആലയോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു തആല തട്ടാത്ത രീതിയിൽ അള്ളാഹു റഹ്മാനാണെന്ന നിലക്ക് ചോദിച്ചുകൊണ്ട് നമ്മൾ ഉത്തരം വാങ്ങണം. ചോദിക്കുന്നിടത്ത് കൽബ് തുറന്ന് ചോദിക്കണം. അപ്പോൾ ആ ചോദ്യം കൊണ്ട് കിട്ടണം എന്ന് വെച്ച് ചോദിക്കുമ്പോ എല്ലാ ചോദ്യം അങ്ങനെയാണ്. കിട്ടണം എന്നുള്ള നീയത്തോടുകൂടെ ചോദിക്കുമ്പോ ഒരു ചോദ്യം അള്ളാഹു തആല തട്ടും. ചിലപ്പോ കുറച്ചങ്ങോട്ട് താമസം ഉണ്ടാകും, അത്രേ ഉള്ളൂ. അത് അത്രയും തോനെ ചോദിക്കാനാണ്. തോനെ ചോദിക്കുമ്പോ അള്ളാഹു തആലക്ക് ഈ ചോദിച്ചതിനേക്കാളും അപ്പുറം തരാനായിരിക്കും ഒരു പക്ഷേ തോനെ ചോദിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. കുറച്ച് തോനെ തരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി തോനെ ചോദിക്കട്ടെ എന്ന് അള്ളാഹു തആല നിശ്ചയിക്കാണ്. അപ്പൊ ഇയാള് ഇങ്ങനെ കേണപേക്ഷിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോ അള്ളാഹു തആലക്ക് അയാളെ ചോദ്യം വല്ലാത്ത ഇഷ്ടമാണ്. നമ്മളല്ലേ തോനെ ചോദിക്കുമ്പോ അല്ലെങ്കിൽ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ചോദിച്ചതിനെ ചോദിക്കുമ്പോ ഒരു വിഷമം ഞമ്മക്കല്ലേ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുലിഹീന ഫിദ്ദുആ, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ദുആയിൽ കീർത്തിക്കുന്ന ആളുകളെയാണ്. തരണം അല്ലാ, തന്നെ പറ്റൂ അല്ലാ, നീ തന്നേ തീരുവല്ല, നീ റഹ്മാനാണ്, എനിക്ക് നീ തന്നേ പറ്റൂ. ഈ ചോദ്യം അല്ലാഹു തആലക്ക് ഇഷ്ടാണ്.